വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇപ്പോൾ കുറേ നാൾക്ക് ശേഷം നമ്മളൊരു ട്രാവലിംഗ് വീഡിയോ ചെയ്യുവാണ്. ഇപ്പം ഞാൻ സ്ലൊവേനിയ ലുബ്ലിയാന സ്റ്റേഷനിലാണ് ഉള്ളത്. അവിടെ നിന്ന് ഇനി കോപ്പറിലോട്ട് പോവുകയാണ്. ട്രെയിനിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇത്രയും സ്റ്റോപ്പുകളുണ്ട്. കോപ്പർ ഇവിടെ നിന്ന് ഏകദേശം നമുക്കൊരു 1.5 hours എടുക്കും ട്രെയിനിൽ പോകാൻ നേരത്ത്. അതും ചെറിയൊരു സിറ്റി പോലെ തന്നെയാണ്. അതിൻ്റെ അപ്പുറത്ത് നമുക്ക് ഇറ്റലി കാണാൻ വേണ്ടി പറ്റും. അങ്ങനെ ലുബ്ലിയാനയിൽ നിന്ന് 9:20 ഒക്കെ ആയപ്പോൾ ട്രെയിൻ അങ്ങോട്ട് എടുത്തു. അപ്പം ഞാൻ ഈ വഴി കൂടെ ഇന്നേ വരെ വന്നിട്ടില്ല. നമ്മൾ ലാസ്റ്റ് പോയത് മാരിബർക്കായിരുന്നു. അത് ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ പോയത്. ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. കോപ്പറിലോട്ടും പോകുന്നത് ഫസ്റ്റ് ടൈമാണ്. ഇപ്പോൾ ഏകദേശം ഒരു സ്റ്റോപ്പ് കഴിഞ്ഞു. ഇനി 9:51 അടുത്ത സ്റ്റോപ്പ് എത്തുന്നുള്ളൂ. മൊത്തം നമുക്കൊരു 11:36 ആകുമ്പോഴാണ് കോപ്പറിലെത്തുന്നത്. ഇവിടെ കുറച്ച് നേരം ഒന്ന് കറങ്ങി നടന്നു കഴിഞ്ഞിട്ട് തിരിച്ച് ട്രെയിൻ സ്റ്റേഷനിലോട്ട് വന്നു കഴിഞ്ഞിട്ട് അടുത്ത ട്രെയിൻ പിടിച്ച് ഇങ്ങോട്ട് വരണം. 2 മണിക്കൂറത്തെ യാത്രയുണ്ട്. സോ ഇനിയൊരു 30 മിനിറ്റിനുള്ളിൽ കോപ്പറിലോട്ട് എത്തും. ഇപ്പോൾ ഏകദേശം ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞു കേട്ടോ. ട്രെയിനിൽ തന്നെ ഇരുന്ന് മടുത്ത്. പിന്നെ കുറച്ച് നേരം റീൽസൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. മാത്രമല്ല ഒത്തിരി കാര്യങ്ങൾ കാണാൻ വേണ്ടി പറ്റി. ഇവിടെ ഒരു കൊക്ക പോലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. എന്നാലും കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഇതുണ്ടോ, മുഴുവൻ മലകളൊക്കെയാണ് കേട്ടോ. 2 പേര് സൈക്കിളിലെല്ലാം പോകുന്നത് കണ്ടോ. ഈ ഏരിയ ഫുള്ളും കണ്ടോ, ഒരു വീടുകളും ഇല്ല, ഒന്നുമില്ല. നേരെ ഇങ്ങനെ ഫോറസ്റ്റ് പോലെ ഇങ്ങനെ കിടക്കുക. ഇതാണ് ഞാൻ പറഞ്ഞത്, സ്ലൊവേനിയയുടെ പുറത്തോട്ട് നമ്മളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. മുഴുവൻ നമുക്ക് ആളുകളെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇച്ചിരി സീനുണ്ടാവും. അതുമാത്രമല്ല സാധനങ്ങളെല്ലാം കിട്ടാനും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. ആ സൈഡ് കണ്ടോ. ഞാനിപ്പോൾ ഞാനിരിക്കുന്ന ഏരിയ അപ്പുറത്തെ സൈഡ് ഞാനൊന്ന് കാണിച്ചു തരാമേ. നല്ല വ്യൂ അല്ലേ. സോ കോപ്പർ എത്താറായി കേട്ടോ. അങ്ങനെ കോപ്പറിലെത്തി ഗൈസ്. അതുകൊണ്ട് ചെറിയ ഒരു ഗ്രാമപ്രദേശം. മുഴുവൻ മലകളാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് മാത്രം ചില വീടുകൾ മാത്രം കാണാം. ബാക്കി മുഴുവനും ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുക. ഇപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ. പിന്നെ ഇവിടെ നമുക്ക് കരടികളെ കാണാൻ വേണ്ടി പറ്റും. പിന്നെ ചെറിയ വോൾഫ് അങ്ങനത്തെയൊക്കെ കാര്യങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം പോകാൻ വേണ്ടിയിട്ട്. സ്റ്റോപ്പ് എത്തി. ഇവിടെ ഇറങ്ങണം. അങ്ങനെ ട്രെയിനിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഞാൻ അവിടെ ഇങ്ങോട്ട് നടന്നു വന്നു. ഇതുകൊണ്ടോ ഈ എൻജിൻ ഇരിക്കുന്നുണ്ടോ ഗൈസ്, ഒരു രക്ഷയില്ല. എനിക്ക് തോന്നുന്നത് ഇത് ഓടുന്നതാണെന്നാണ് തോന്നുന്നത്. ഇതോ ഇവിടെ കൊണ്ടിട്ടേക്കുവാണ് ഇവർ. ഇനി നമുക്ക് അങ്ങോട്ട് നടന്നു നോക്കാം. മറ്റേ സീ സൈഡിലോട്ടൊന്ന് പോകണം. ആൻഡ് ഇതാണ് എൻഡിങ് സ്റ്റോപ്പ്. സോ നമ്മൾ മാരിബർ ചെന്നപ്പോഴും ഇതുപോലത്തെ ഒരു എൻജിൻ കണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്നുകൊണ്ട് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. അതുപോലത്തെ സെയിം സാധനം. സോ അതായിരുന്നു ട്രെയിൻ സ്റ്റോപ്പ്. അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇങ്ങോട്ട് വന്നു. സോ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണം. അതാണ് കോപ്പർ.
മൊത്തം സിറ്റി ആയിട്ടുള്ള ഏരിയ. അതിൻ്റെ അപ്പുറത്തോട്ട് മുഴുവനും കടലാണ്. സോ ഞാനിവിടെ നടന്നേക്കാമെന്ന് വിചാരിച്ചു. കോപ്പറിൻ്റെ പിന്നെ ബസ്സുകളുണ്ട്, പക്ഷേ അതേ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പണിയാകത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ നടന്നു തന്നെ ചെല്ലാമെന്ന് വിചാരിച്ചു. കുറച്ച് കാര്യങ്ങളൊക്കെ കാണാനും പറ്റും, കുറച്ച് അറിവുകൾ കിട്ടുകയും ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു റൂട്ട് തിരഞ്ഞെടുത്തത്. അവിടെ ഒരു കുരിശ് കാണുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് ടൈം ഇങ്ങോട്ട് എത്തുന്നത് കൊണ്ട് എനിക്കൊന്നും അറിയത്തില്ല. അതുമാത്രമല്ല ഒറ്റയ്ക്കുമാണ്. സാധാരണ നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ടല്ലേ വരുന്നത്. ഇവിടെ ഞാനിപ്പോൾ ഒറ്റയ്ക്ക് തന്നെ കാര്യങ്ങൾ ചെയ്തേക്കാമെന്ന് തന്നെ വിചാരിച്ചു. സോ അതായിരുന്നു ബസ് സ്റ്റേഷൻ കേട്ടോ. ഞാനിപ്പം സീബ്ര ക്രോസ് ചെയ്ത് ഇപ്പുറത്തോട്ട് വന്നു. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നടക്കണം. കുറച്ച് ദൂരം നടക്കാനായിട്ടുണ്ട്, ഏകദേശം ഒരു 30 മിനിറ്റ് നടക്കണം. എന്നാലേ ഉള്ളൂ നമുക്ക് വെള്ളമൊക്കെ ഉള്ള സൈഡിലോട്ട് വേണ്ടി പറ്റുന്നുള്ളൂ. അതുമാത്രമല്ല ഇപ്പോൾ വീഡിയോ ഒക്കെ ഞാൻ എടുക്കുന്നത് കുറച്ചാണ്. കാര്യം എനിക്ക് ജോബുണ്ട്, അതിൻ്റെ സീനുണ്ട്. അതുമാത്രമല്ല ഇങ്ങനെ ഒരു ഫ്രീ ടൈം കിട്ടാൻ നേരത്ത് മാത്രമേ ഉള്ളൂ ഇവരെ ഒരു വീഡിയോ എടുക്കാനും പുറത്തോട്ടൊക്കെ പോകത്തേ ഉള്ളൂ. ഞാനാണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എനിക്ക് ഇങ്ങനത്തെ കുറച്ച് വീഡിയോസ് എടുക്കണമെന്നുണ്ടായിരുന്നു. ട്രാവലിംഗ് വീഡിയോസ് ആയിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ഞാൻ അതിനുള്ള വീഡിയോസ് മാത്രം ഇട്ടുകൊണ്ടിരുന്നത്. ഇപ്പം ട്രാവലിംഗ് വീഡിയോസിലോട്ട് തന്നെ മാറിയേക്കുവാണ്, വേറൊന്നും പറയുന്നില്ല. അതുമാത്രമല്ല മുടിയൊക്കെ നല്ലപോലെ വളർന്നിട്ടുണ്ട്. ഇപ്പം വീഡിയോയ്ക്ക് അത് കാണാൻ നേരത്ത് ഇച്ചിരി ഉള്ളു വന്നിട്ടുള്ളൂ, പക്ഷേ ബാക്കിലോട്ടൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ. ഇപ്പം ഏകദേശം സമയം 12 ഒരു 5 മണിക്കൊക്കെയാണ് ഇവിടെ നിന്ന് തിരിച്ചുള്ള ബസ് ഉള്ളൂ. കാരണം ബസ് ചാർജസൊക്കെ കുറവാണ്. നമ്മൾ മാരിബർക്ക് പോയതുപോലെയല്ല. നേരം അവിടെയൊക്കെ ലുബ്ലിയാന എത്താൻ നേരത്തെ മിക്കവാറും ഒരു 8 PM ഒരു 9 PM ഒക്കെ ആവും. അങ്ങനത്തെ ഒരു സീനുണ്ട് കേട്ടോ. കാരണം ഒത്തിരി ടൂറിസ്റ്റ് അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഇവിടെ കാണാൻ വേണ്ടി വന്നേക്കുന്നതാണെന്ന് തോന്നുന്നു. അത് പല പല രാജ്യത്തു നിന്ന് വരുന്നവരുണ്ട്. ജർമ്മനി, പിന്നെ ഇറ്റലി, ക്രൊയേഷ്യ, പോളണ്ട്, അവിടെ നിന്നൊക്കെ ഒത്തിരി പേര് വരുന്നുണ്ട്. രണ്ട് ഒരു ഷിഫ്റ്റ് പോകുന്നു കേട്ടോ. മക്ഡൊണാൾഡ്സ് ഉണ്ട്. ബോണി അവിടെ നിന്ന് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. മക്ഡൊണാൾഡ്സ് പക്ഷേ കുറച്ച് രൂപ കൊടുക്കേണ്ടി വരും. നമുക്ക് ഈ ലുബ്ലിയാനെ മാത്രമേ ഉള്ളൂ ഇപ്പം ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഇവിടെ ഉണ്ടോയെന്ന് ഞാൻ ചോദിച്ചായിരുന്നു, പക്ഷേ ഇവിടെ ഫ്രീ ആയിട്ട് കിട്ടുന്നതായിട്ട് ആരും പറഞ്ഞില്ല. അതുകൊണ്ട് നമുക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ മിക്കവാറും മക്കി കയറേണ്ടി വരും. ഇനി സീബ്ര ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് പോവാം. അങ്ങനെ സീബ്ര ക്രോസ് ചെയ്തു കേട്ടോ. അവിടെ ലിഡിലും ഉണ്ട്. ലിഡിലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ, നേരത്തെ ഒരു വീഡിയോ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. മാത്രമല്ല നമുക്കിവിടെ ഓഫറുണ്ട്, യൂറോസ്പിന്നും ഉണ്ട് കേട്ടോ. ഇവിടെ നിന്നൊക്കെ നമുക്ക് സാധനങ്ങളെല്ലാം മേടിക്കാണ്ട് പറ്റും. പലയിടത്തും പല പല വിലയാണ്. അതുകൊണ്ട് എല്ലാ സ്ഥലത്തും നിങ്ങൾ ഫസ്റ്റ് കയറി നോക്കുക, എന്നിട്ട് മേടിക്കുക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നത് ലിഡിലാണ് കുറച്ചും കൂടെ കുറവ്, പക്ഷേ ചില സാധനങ്ങൾക്ക് വ്യത്യാസമുണ്ട്. അതുകൊണ്ടോ മുന്നിൽ കൂടെ ഒത്തിരി ടൂറിസ്റ്റ് നടന്നു പോകുന്നുണ്ട്. ഞാൻ മാത്രമാണ് ഇത്രയും പുറകിൽ കൂടെ. മെർക്കാട്ടറാണ് ഇത് സൈഡിലുണ്ട് കേട്ടോ. മെർക്കാട്ടർ ഒരു സൂപ്പർ മാർക്കറ്റാണ്. അവിടെ ഒത്തിരി സാധനങ്ങൾ കിട്ടും, പക്ഷേ വില കൂടുതലാണ്. പിന്നെ നമ്മൾ ഇന്നർ സ്പാർ പോകാൻ നേരത്ത് നമുക്ക് മുളക് പൊടി അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കിട്ടും. ഇത് ഇവിടുത്തെ മുളക് പൊടിയാണ്, അങ്ങനത്തെ ഒരു സീൻ. അതോടൊപ്പം ഇതാണ് യൂറോസ്പിൻ കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് ശകലം ദൂരം കൊണ്ട് നടക്കണം. അതുകൊണ്ട് ഇടയ്ക്ക് വെച്ച് വീഡിയോ ഓഫാക്കുന്നത്, കാരണം പെട്ടെന്ന് നടന്ന് അവിടെ ചെല്ലാമല്ലോ. അവിടുത്തെ കാര്യങ്ങളും കാണിക്കാണ്ടി പറ്റും. ഇവിടത്തെക്കുറിച്ച് ഏകദേശം ഒരു ഐഡിയ ഉള്ളതുകൊണ്ട് പേടിക്കണ്ട ഇവിടെ നിന്നാൽ. നിങ്ങളിപ്പോൾ ഫസ്റ്റ് ടൈം വരാൻ നേരത്ത് നിങ്ങൾക്കൊരു ടെൻഷൻ ഉണ്ടായിരിക്കും, ഇവിടെ എങ്ങനെ കാര്യങ്ങൾ എന്നല്ല. അങ്ങനെ ഞാനിങ്ങോട്ട് നടന്നു വന്നപ്പോൾ തേണ്ട സ്പാറും ഉണ്ട് കേട്ടോ. ഇവിടെ എല്ലാം ഉണ്ട്, എല്ലാം അടുപ്പിച്ചാണ് ഇരിക്കുന്നത്. സ്പാറിൻ്റെ പെട്രോൾ പമ്പ് ഉണ്ടെന്നോ. തേണ്ട സ്പാർ ഇതിൻ്റെ വലിയതാണ് ഇന്നർ സ്പാർ എന്ന് പറഞ്ഞത് ഞാൻ കുറച്ച് മുമ്പേ. അവിടെ പോകാൻ നേരത്ത് നമുക്കെല്ലാം കിട്ടും. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡൗട്ടുള്ളൊരു കാര്യം, ഇങ്ങോട്ട് വരാൻ നേരത്ത് ടിക്കറ്റ് ചാർജൊക്കെ എത്രയാവുമെന്നൊക്കെയാണ്. ചിലവർ പറയുന്ന 60,000 രൂപ, അങ്ങനെയൊക്കെ ഒത്തിരി പേര് പറയുന്നുണ്ട്. അത് നമുക്ക് എയ്റോപ്ലെയിൻ അനുസരിച്ചിരിക്കും, അത് കാറ്റഗറി അനുസരിച്ചാണ്. ABC അങ്ങനത്തെ ഒത്തിരി കാറ്റഗറി ഉണ്ട്. അതിൻ്റെ അകത്ത് ഇപ്പം നമ്മളിപ്പോൾ ഒരു നല്ല കിലോ ഒക്കെ കൊണ്ടുവരണമെങ്കിൽ നമുക്കൊരു 50
സോറി, കണ്ണിലോട്ട് എന്തോ പോയി. നമുക്കൊരു 50-60 ഒരു 50 കിലോ ഒക്കെ കൊണ്ടുവരണമെങ്കിൽ നമുക്ക് ടർക്കിഷ് എയർലൈൻ ഉണ്ട്. അവിടെ ഏകദേശം ഒരു 50,000 രൂപയൊക്കെ ആവും. അത് വരുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം സാധനങ്ങളെല്ലാം കൊണ്ടുവരാൻ വേണ്ടി പറ്റും. പിന്നെ കുറച്ച് സാധനങ്ങളാണ് കൊണ്ടുവരുന്നതെങ്കിൽ നിങ്ങൾക്കൊരു 28,000 രൂപയ്ക്കും അല്ല 32 ആ റേഞ്ചിൽ നമുക്ക് മേടിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ടിക്കറ്റ് ലിത്വാൻസ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് എയ്റോപ്ലെയിനുകളുണ്ട്. അതുവഴി കൂടെ നിങ്ങൾക്ക് മേടിക്കാൻ. സോ റോഡ് ക്രോസ് ചെയ്യുമായിരുന്നു കേട്ടോ. ഞാനിപ്പം സെൽഫി സ്റ്റിക്ക് എടുത്ത്, അതുകൊണ്ടാണ് ഇങ്ങനെ പിടിക്കുന്നത്. ഇവിടെ നിന്ന് കുറച്ച് ദൂരം അങ്ങോട്ട് നടക്കണം. ഇതുണ്ടോ, വീടുകളുടെ ഇടയ്ക്കൂടെയാണ് പോകുന്നത് കേട്ടോ. തിങ്ങി നിൽക്കുന്ന വഴികളാണ്. ഞാൻ ഇതേപോലത്തെ ഒരു വീഡിയോ നേരത്തെ ക്രിയേറ്റ് ചെയ്തായിരുന്നു, പക്ഷെ അത് ഡൽഹി വെച്ചായിരുന്നു കേട്ടോ. അത് നമുക്ക് വിസ കിട്ടിയ ടൈമിൽ പോയി എടുത്തതാണ്. ഞാനൊന്ന് ഫസ്റ്റ് വ്ളോഗായിട്ട് ചെയ്തതാണ്. മുഴുവൻ വീടുകളാണ് കേട്ടോ. ഞാനിത് മറ്റേ ഡൽഹി പോയ വീഡിയോസിനെ തന്നെ എനിക്കിപ്പോഴും ഓർമ്മ വരുന്നത്. പക്ഷേ ആ വീഡിയോ എനിക്ക് അതിനൊരു പ്രോബ്ലം വന്നായിരുന്നു. ആ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ചില വീഡിയോസ് ഞാൻ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആക്കിപ്പോയി. അങ്ങനത്തെ ഒരു സീൻ വന്നു. അതുകൊണ്ട് അതിൻ്റെ ശകലം വീഡിയോസ് കിട്ടാതായിപ്പോയി. എന്നാലും ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, അതധികം പറയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വിസ ഇൻ്റർവ്യൂവിന് പോയതായിട്ട് അത് പറയുന്നില്ലാത്ത. താഴെ കിടപ്പുണ്ട് വീഡിയോ, നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ സ്ലൊവേനിയ അത്യാവശ്യം നല്ല രാജ്യം തന്നെയാണ് കേട്ടോ. ഇവിടെ ഇനി കാണാൻ വേണ്ടിയിട്ട് ഒത്തിരി കാര്യങ്ങൾ കിടപ്പുണ്ട്. ഇപ്പം ഞാൻ ലുബ്ലിയാനെ കിടന്നുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കാണിച്ചിട്ടുള്ളൂ. അതല്ലാതെ നമുക്ക് ഒത്തിരി സ്ഥലങ്ങളുണ്ട് ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. അത് മാത്രമല്ല, ഞാനിപ്പോൾ ബ്ലഡ് കാണിച്ചു. അതും പോരാഞ്ഞിട്ട് ലുബ്ലിയാനയുടെ ഏകദേശം ചില സ്ഥലങ്ങൾ കാണിച്ചു. പിന്നെ കുറച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു. നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയാസൊക്കെ കിട്ടിക്കഴിഞ്ഞു. ഞാനാണ് അകത്ത് ഷർട്ട് ഇട്ടിട്ടുണ്ട്. ജാക്കറ്റ് ഇടാതെ വന്നു കഴിഞ്ഞാൽ പണി കിട്ടും. വേറെ ഒന്നുമല്ല, രാത്രിയൊക്കെ ആകുമ്പോൾ ഇവിടെ തണുപ്പാവും. പിന്നെ അതിരാവിലെ നമുക്ക് നല്ല തണുപ്പുണ്ട്. അല്ലാതെ നമ്മൾ ഇതൊരു 60 ഡിഗ്രിയിലോട്ടൊക്കെ കയറി വന്നു കേട്ടോ. ഇപ്പം ഡിഗ്രിയൊക്കെ കുറഞ്ഞു. ഇപ്പോൾ സമ്മർ ആയിക്കൊണ്ടിരിക്കുവാണ്. സോ ഒത്തിരി പൂവൊക്കെ വന്നിട്ടുണ്ട്. അവിടെ ഒരു കോഫി ഷോപ്പ്, അങ്ങനെ ഒരു പള്ളിയുണ്ട് കേട്ടോ. ഇവിടെ അങ്ങോട്ട് ശകലം ദൂരം കൊണ്ട് നടക്കണം. ഇനി ഒരു 500 മീറ്റേഴ്സും കൂടി ഉള്ളൂ കേട്ടോ. നമ്മൾ ഏകദേശം എത്താറായി. കേട്ടോ, ഇവിടെ സ്റ്റിക്കർ വർക്കിംഗ് ഒന്നും പ്രോബ്ലംസ് ഇല്ല. ഇവർ ചെയ്തു വെച്ചേക്കുന്നത് നമ്മുടെ നാട്ടിൽ വല്ലതായിരിക്കണം. പണി എപ്പോൾ വരുമെന്ന് വിചാരിച്ചായിരുന്നാൽ മതി. MVD ഒക്കെ കൊണ്ടുപോകുന്ന സമയം കഴിഞ്ഞു. ഇനി സീഗേൾസാണ്, അതാണ് ഇങ്ങനെ ഒച്ച വെക്കുന്നത്. ഉണ്ടോ സീഗേൾ? ഈ +2-ലാണോ +1-ലാണോ ഇവിടെയൊക്കെ നമുക്ക് ഒരു സീഗേളിൻ്റെ ചാപ്റ്റർ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. എനിക്കതാ ഓർമ്മ വന്നത് പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ. ഇനി ഇവിടെ ഒരു 500 മീറ്റർ തേച്ചില്ല. പിന്നെ നമ്മൾ ഈ വഴി കൂടെ നടക്കാൻ നേരത്ത് മാക്സിമം സീബ്ര ക്രോസ് വഴി കൂടെ തന്നെ നടക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അല്ലാതെ നമ്മളിങ്ങനെ ഓടി മാറുവാണെങ്കിൽ ഒന്നെങ്കിൽ വണ്ടി ഇടിക്കും, അല്ലെങ്കിൽ പിന്നെ ഫൈൻ കിട്ടും. അല്ലെ ഭാഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് അപ്പുറത്തോട്ട് ചെല്ലാണ്ട് പറ്റത്തുള്ളൂ. പിന്നെ ഇവിടെയൊന്നും ആൾക്കാർ വണ്ടികൾ അധികം ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അടുത്ത ഒരു ഏരിയയിലോട്ട് കയറി. ഇതാണ് യൂറോപ്യൻ രാജ്യത്തിൻ്റെ പ്രത്യേകതകൾ. ഇവിടെ പഴയ ബിൽഡിങ്സാണ്. ഇതൊക്കെ 18-ാം നൂറ്റാണ്ടിലൊക്കെ ഉണ്ടായിരുന്ന ബിൽഡിങ്സാണ് കേട്ടോ. അതൊക്കെ ഇപ്പോഴും അതുപോലെ നിലനിർത്തി ഇവർ കൊണ്ടുപോകുന്ന. ഇതിനൊക്കെ ഒത്തിരി ചരിത്രങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അത്യാവശ്യം റീഡ് ചെയ്തിട്ടില്ല, എന്നാലും കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. പിന്നെ ഈ ജോബും ഈ സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് പഠിക്കാനും ഉണ്ടല്ലോ, അതൊക്കെ വിഷയം കാരണം ഞാൻ അധികം നോക്കാതെ പോകുന്ന. അല്ലെ പിന്നെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി കാണാനും പറയാനായിട്ടും ഉണ്ട്, സ്ഥലങ്ങളെക്കുറിച്ചും ഇവിടുത്തെ കാര്യത്തെക്കുറിച്ചും എല്ലാം.
ഒരു കാര്യം എനിക്ക് മനസ്സിലായത്, നമ്മൾ ഈ കാനഡയിലൊക്കെ കാണുന്ന പോലെ തന്നെ ഇവിടെ മോട്ടോർ ബൈക്സൊക്കെ ഒരു സീസൺ ആകുമ്പോൾ ഉള്ള ഒരു തുറക്കത്തുള്ളൂ. പ്രത്യേകിച്ച് ഈ സ്പ്രിംഗ് സീസണൊക്കെ ആയപ്പോഴാണ് ഒരു മോട്ടോർ സൈക്കിളൊക്കെ കൊണ്ടുവന്നത്. അതുവരെ ഈ സ്കൂട്ടറൊക്കെ ആയിരുന്നു. അതിന് മോട്ടോർ സൈക്കിൾസ് ഒന്നും കാണാനൊന്നും പറ്റത്തില്ലായിരുന്നു. അങ്ങനെ നമ്മൾ പോർട്ടിൻ്റെ ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇത് കണ്ടോ, എന്നാ വ്യൂവാ. അപ്പുറത്ത് ഇറ്റലിയാണ് കേട്ടോ. ആ കാണുന്നത് ഇറ്റലിയാണ്. ഇങ്ങേറ്റത്തായിട്ട് നമുക്ക് കാണുന്നില്ല, അത് ഇറ്റലിയാണ് കാണുന്നത്. ഇവിടെ ആണ് സ്ലൊവേനിയ. പിന്നെ ഒത്തിരി ബോട്ട്സൊക്കെ വന്ന് കിടപ്പുണ്ട്. നമുക്കനി താഴോട്ടൊന്നും ചേർന്ന് നോക്കാം. ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാമല്ലോ. മേളിൽ കൂടെ ഇപ്പോഴും സീഗൾസൊക്കെ പോകുന്നുണ്ട്. ഡ്രസ്സ് ഉണക്കാണ്ട് ഇട്ടേക്കുന്നു. ഞാനിപ്പോൾ മേളിൽ കൂടിയാണ് താഴോട്ട് പോകുന്ന വഴി കണ്ടുപിടിക്കണം. ഒരു രക്ഷയില്ല കേട്ടോ, കാണാൻ ഒത്തിരി ഉണ്ട്. പിന്നെ ഈ വീഡിയോക്കകത്ത് കാണുന്ന പോലെ തന്നെ ബ്ലൂ വാട്ടർ. നമ്മുടെ നാട്ടിലെല്ലാം നമുക്കൊരു എല്ലാത്ത രീതിയിലല്ലേ വെള്ളം കാണുന്നത്. വേണ്ടേ ഓട്ടോ പോകുന്നു, ഓട്ടോ അല്ല ഏതെന്തോ അതുപോലെയൊക്കെ തന്നെ ഇരിക്കുന്നു. ഇവിടെ ഇനി താഴോട്ട് പോകുന്നത് നോക്കണം. ഓ, ആണ്ട് ഒരു കപ്പൽ കിടക്കുന്നു. നമുക്ക് അങ്ങോട്ട് ചെല്ലാണ്ട് പറ്റുമോ എന്ന് നോക്കാം കേട്ടോ. അടുത്തൂടെ പോകാണ്ട് പറ്റുവാണെങ്കിൽ ഞാൻ മുഴുവൻ കാണിക്കാം. എൻ്റെ കൂട്ടത്തിൽ ഒത്തിരി ടൂറിസ്റ്റ് വന്നായിരുന്നു, പക്ഷെ അവരെ ഒന്നും കാണുന്നുമില്ല. അതാ രസം. അവരെന്തോ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് പോവാന്ന് തോന്നുന്നു. നല്ല കളയാനുള്ള സാധനങ്ങളാണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ ലിഫ്റ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് താഴോട്ട് ഇറങ്ങാണ്ടി പറ്റും. പിന്നെ അവിടെ ഒരു വ്യൂ പോയിൻ്റ് ആണ്. അവിടെയും കൂടെ കാണിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് താഴോട്ട് പോകാം. എന്തൊക്കെ കാണാൻ പറ്റുന്നു അത്ര നേരത്തെ നമുക്ക് കണ്ട് നമുക്ക് മനസ്സിലാക്കാമല്ലോ കോപ്പറിൽ എന്നൊക്കെ ഉണ്ടെന്ന്. പിന്നെ താഴോട്ട് നമുക്ക് നടന്ന് ഇറങ്ങാണ്ടി പറ്റും കേട്ടോ. ഒരു കുഞ്ഞ് വെച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നു. എന്നാ വ്യൂവാ. ഇവിടെ അണ്ണന്മാരൊക്കെ തേണ്ട മീൻ പിടിച്ചോണ്ടിരിക്കുവാണ്. മീനൊക്കെ കിട്ടുമായിരിക്കും. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കിട്ടാൻ അതിനകത്തൊരു മീനും കിട്ടിയില്ല. ലുബ്ലിയാനയിലോ ഇവിടെ കിട്ടാണ്ട് ചാൻസസ് ഉണ്ട്. സോ ഇതിൻ്റെ അപ്പുറം ഇറ്റലിയാണ്. ഇവിടം വരെ നമുക്ക് ആക്സസ് ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ സ്റ്റുഡൻ്റ് ആയെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. എന്നാലും നമുക്കൊരു 60-70 യൂറോയ്ക്ക് അപ്പുറത്തൊക്കെ പോയിട്ട് ഒരു ദിവസമൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്തിട്ട് തിരിച്ച് വരാണ്ട് പറ്റും കേട്ടോ. ഇതുണ്ടോ ബാക്കിൽ കാണുന്ന വ്യൂ. ഇത് ശരിക്കും നിങ്ങളിവിടെ വന്നു കഴിഞ്ഞ് അനുഭവിക്കണം കേട്ടോ. എന്നാലും ഇവിടെ മനസ്സിലാകത്തുള്ളൂ. ഇപ്പോൾ ഇവിടെ ഒത്തിരി സ്റ്റുഡൻസ് വരുന്നുണ്ട്. അവരെല്ലാവരും പല പല രാജ്യത്തോട്ട് പോകുന്നുണ്ട്. ഫസ്റ്റ് ഈ രാജ്യം ഒന്ന് കണ്ടു നോക്കുക, എന്നിട്ട് വേണം അടുത്ത രാജ്യത്തോട്ട് പോകാൻ. അങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുവാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഐഡിയാസും കിട്ടും, കുറേ ആൾക്കാരെയും പരിചയപ്പെടാൻ വേണ്ടി പറ്റും. ഇപ്പം ലുബ്ലിയാനയിലുള്ള ആൾക്കാരല്ല പുറത്തോട്ട് വരാൻ നേരത്ത് വ്യത്യാസങ്ങൾ ഒത്തിരി ഉണ്ട്. ഞാനിപ്പോൾ ജോലി ചെയ്യുന്നതാണെങ്കിലും ലുബ്ലിയാനയിലല്ല, ഫ്രഞ്ച് സൈഡിലാണ് ഞാനിപ്പോൾ ജോബ് ചെയ്യുന്നത്. അതുമാത്രമല്ല അവിടുത്തെ ഒത്തിരി വ്യത്യാസങ്ങൾ എനിക്ക് മനസ്സിലാവുന്നുമുണ്ട്. ഇത് കണ്ടോ എൻ്റെ മുടി കിടക്കുന്നുണ്ടോ? അത് കണ്ടാലും ഒന്നും തോന്നുന്നില്ല കേട്ടോ, ഞാൻ മുടി വളർത്തുമായിരുന്നു. താഴെ ഒത്തിരി കാറുകളുണ്ട് കേട്ടോ, വണ്ടിയായിട്ട് വന്നിരിക്കുന്നത്.
ടൂറിസ്റ്റിനെയൊക്കെ കൊണ്ടുപോകുന്ന ഈ വെഹിക്കിളിൻ്റെ ആകാം. നമുക്ക് അപ്പുറത്തോട്ട് കടക്കാണ്ടും പറ്റും കേട്ടോ. അവിടെ ആൾക്കാരെല്ലാവരും ചൂണ്ടയൊക്കെ പിടിക്കുന്നുണ്ട്. പക്ഷേ ആ ഷിപ്പിൻ്റെ ഏരിയാസിൽ അങ്ങോട്ട് പോകാണ്ട് പറ്റത്തില്ല, അവിടെ ബ്ലോക്കായിട്ട് കിടക്കുക. ഇതുകൊണ്ടോ ഒരു ഗേറ്റ് പോലെയാണ്, അതിൻ്റെ അടുത്ത് വരെ നമുക്ക് ഇല്ല. എന്താ പറയുക, ഇനി എന്നെ കൊണ്ട് കാണിക്കാണ്ട് പറ്റുന്നതെല്ലാം ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അത് മാത്രമല്ല, ഞാൻ ഇങ്ങോട്ട് നോക്കിയപ്പോൾ ആണ് ഇത് കണ്ടോ, ഇതിൻ്റെ അകം കാണാണ്ട് പറ്റും കേട്ടോ. അകത്ത് മുഴുവൻ പൊള്ളയായിട്ടിരിക്കുവാണ്. അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഇനി താഴോട്ട് അങ്ങോട്ട് പോയിരിക്കാം. അവിടെ എങ്ങനെ ഉണ്ടെന്ന് കാണാമല്ലോ. ഇവിടെ ഒത്തിരി സൈക്ലേഴ്സ്. അങ്ങനെ താഴോട്ട് ഇറങ്ങുവാണ്. മേളിൽ നിന്ന് കിട്ടുന്ന അത്രയും ഒരു സുഖം താഴെ നിന്നിട്ട് അത്രയും കിട്ടുന്നില്ല കേട്ടോ. ഇവിടെ എത്തിയപ്പോൾ തന്നെ ഒരു മടുപ്പ് പോലെ ഒന്നു. ഗ്ലാസിൻ്റെ അത് ഫോട്ടോസാണ്, വീഡിയോ ആണ്. ഇതുണ്ടോ, നമുക്കൊന്ന് ലിഫ്റ്റ് പിടിച്ചിട്ട് താഴോട്ട് പോകാം അല്ലേ. താഴോട്ട് എന്നിട്ട് എന്നൊക്കെ കാണാനുണ്ടെന്ന് നമുക്ക് നോക്കാം. ലിഫ്റ്റ് ആയിട്ട് പോകുന്നു. അങ്ങനെ വെള്ളത്തിൻ്റെ സൈഡിലോട്ട് പോവുകയാണ്. അത് കൂടി ഇതുങ്ങളുടെ സൗണ്ട് മാത്രമേ ഉള്ളൂ ഇവിടെ, പിന്നെ എൻ്റെ സൗണ്ട്. നമ്മളപ്പുറത്തോട്ടെത്തി. ഇതുവരെ നമുക്ക് കയറാണ്ട് പറ്റും. കൂടുതലായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ സൈക്കിൾ ഓടിക്കുന്നത്. നമ്മുടെ നാട്ടിലൊന്നും ഇപ്പോൾ ആരും സൈക്കിൾ ഓടിക്കത്തില്ല. ഇവരൊക്കെ ഒത്തിരി നാൾ ജീവിച്ചിരിക്കാനുള്ള കാര്യം ഇതൊക്കെ തന്നെയാണ്. പിന്നെ ഇവർക്ക് ഇല ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഇവർ കൂടുതലായിട്ടും കഴിക്കുന്നത്. സാലഡ്സ് അങ്ങനെയൊക്കെയാണ് ഇവർ കൂടുതലായിട്ടും നോക്കിക്കൊണ്ട് പോകുന്നത്. അങ്ങനെ നമ്മൾ അടുത്തെത്തി ഗൈസ്. ഷിപ്പെല്ലാം ഇങ്ങനെ സൈഡിലോട്ട് മാറി കിടക്കുന്നതായിട്ട് ചിത്രം. നല്ല വ്യൂ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. പിന്നെ ഇവിടുത്തെ വാട്ടറെല്ലാം നല്ലപോലെ ക്ലീൻ ആയിരിക്കും. അപ്പുറത്ത് കാണുന്നത് ഇറ്റലി കേട്ടോ. ഇത്രയും സൂമുള്ള കറക്റ്റായിട്ട് കേട്ടോ. പിന്നെ അവിടെ ആയിട്ടൊരു ഷിപ്പ് നിൽക്കുന്നതായിട്ട് കാണും. പിന്നെ ഇത് പോർട്ട് ഏരിയ ആണ്. നമുക്കിനി അങ്ങോട്ടൊക്കെ നടന്ന് നോക്കാം. അവിടെ കൂടുതലായിട്ട് നമുക്ക് ബോട്ടുകളൊക്കെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് കേട്ടോ. ഞാൻ കാണിക്കാം. ഇത് കണ്ടോ. സോ ഞാനിപ്പോൾ ഒരു ബോട്ടിൻ്റെ അടുത്താണ് കേട്ടോ. ഇതെന്താ സംഭവം എന്ന് മനസ്സിലാകുന്നില്ല. നമുക്ക് കയറാണ്ട് പറ്റുമോ ഇല്ലയോ എന്ന് നോക്കട്ടെ. റിപ്പയറിങ് ഒക്കെ ഉണ്ട് കേട്ടോ. അതിവിടെ ബോട്ട് അവിടെ കഴുകുന്നുണ്ട്. ഒത്തിരി ചെറിയ ബോട്ടുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഞാനിപ്പം ബോട്ടുകളെല്ലാം സർവീസ് ചെയ്യുന്നതിൻ്റെ അകത്തോട്ട് കയറി. പിന്നെ കഴുകുന്നുണ്ട് അവിടെ ഒരു പുള്ളി നിന്ന്. ലക്ഷറി ടൈപ്പുകളുണ്ട് കേട്ടോ. ഇതൊക്കെ മറ്റേ ആൻഡ്രൂ ചെറ്റയുടെ കയ്യിലിരിക്കുന്ന പോലത്തെ സൈസുകളാണ്. ഒത്തിരി ബോട്ടുകളുണ്ട് കേട്ടോ. മുഴുവൻ നിറച്ച്. ഇതുണ്ട് സോളാർ പാനൽ. എനിക്ക് തോന്നുന്നു എല്ലാത്തിനും ഉണ്ടെന്ന് തോന്നുന്നു സോളാർ പാനൽ.
ഉണ്ടോ ഒരു ബോട്ട് ഉണ്ടോ, മുഴുവൻ ബോട്ടുകളാണ്. ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വന്നത്. സോ ഇതിൻ്റെ അപ്പുറത്ത് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ എക്സ്പോർട്ടിങ് ഏരിയ. അതുമാത്രമല്ല ആ ഷിപ്പ് നമുക്ക് ശരിക്കും കാണാം കേട്ടോ. നെപ്റ്റ്യൂൺ ലൈൻസ് ആണ്. എൻ്റെ ഇവിടെ ഒരു ബോട്ടും കിടപ്പുണ്ട്. ഞാൻ ഇതിൻ്റെ അപ്പുറത്തായിരുന്നു ഇത്ര നേരം നിന്ന്. ഞാൻ ഇപ്പുറത്തെ സൈഡിലോട്ട് വന്നു. അങ്ങായിട്ട് നമുക്കൊരു ഷിപ്പും കൂടെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അത് കണ്ടോ, അത് ഇച്ചിരി കൂടെ വലിയതാണ്. ഞാനിനി അങ്ങോട്ട് പോവാണ്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇച്ചിരി ദൂരം നടന്നു വന്നു. ഞാൻ അപ്പുറത്ത് നിൽക്കുമായിരുന്നു. അവിടെ നിന്ന് ഈ സൈഡിലായിട്ട് വന്നു. ഇവിടെ 2 ബോട്ടൊക്കെ പോകുന്നുണ്ട്. ഇനി ഇവിടെ നിന്ന് തിരിച്ച് പോയാലോ എന്നിങ്ങനെ ആലോചിക്കുവാണ്. പക്ഷേ ഇപ്പം ഏകദേശം 1:30 ആയിട്ടുള്ളൂ ടൈം. അവിടെ അണ്ണന്മാർ ഇപ്പോഴും മീനെ പിടിച്ചുകൊണ്ടിരിക്കുവാണ്. എനിക്ക് തോന്നുന്നു കിട്ടുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ഇവിടെ ഒത്തിരി മീനുകളുണ്ട് കേട്ടോ. ഇത് കണ്ടോ, കാണാൻ വേണ്ടി പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഒത്തിരി മീനുണ്ട്. ലുബ്ലിയാനയിലെല്ലാം നമുക്ക് ഫിൽട്ടർ ചെയ്ത വെള്ളമല്ലേ വരുന്നത്, അതുകൊണ്ടായിരിക്കും നമുക്ക് മീനുകളൊന്നും കാണാൻ പറ്റാത്ത. ഇവിടെയൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ. ഒത്തിരി നേരം അങ്ങോട്ടും ഇങ്ങോട്ടും തേരാ പാരാന്ന് പറഞ്ഞ് നടന്നു. ഇനി തിരിച്ച് കോപ്പർ ബസ് സ്റ്റേഷനിലോട്ട് പോകണം. അല്ലെ പിന്നെ അവിടെ നിന്ന് ട്രെയിനോ വല്ലതും നോക്കണം. നേരത്തെ വല്ലതും പോവുകയാണെങ്കിൽ അതേ വല്ലതും കയറിയിട്ട് നേരെ ലുബ്ലിയാനയ്ക്ക്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ.